തവണ പരാജയപ്പെട്ട് ഒടുവിൽ ആയിരക്കണക്കിന് പ്രാർത്ഥനകൾക്കും കണ്ണുനീരിനും ശേഷം ആ പ്രഗ്നൻസി കിറ്റിൽ 2 ചുവന്ന വരകൾ തെളിയുമ്പോൾ ആ നിമിഷം നിങ്ങൾ അനുഭവിക്കുന്ന ആശ്വാസവും സന്തോഷവും എത്ര വലുതാണെന്ന് എനിക്കറിയാം. പക്ഷെ ആ നിമിഷം മുതൽ നിങ്ങളുടെ ഉറക്കം കെടുത്തുന്ന ഒരു വലിയ ഭയം കൂടെ നിങ്ങളുടെ ഉള്ളിൽ പിറക്കും. ഞാൻ ഇനിയൊന്ന് നടന്നാൽ, അല്ലെങ്കിൽ ഉറങ്ങുമ്പോൾ ഒന്ന് ചെരിഞ്ഞു കിടന്നാൽ, ഒന്ന് ചുമച്ചാൽ എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമോ? നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല പ്രശസ്തരായ വിദഗ്ധരും പറയുന്നത് IVF കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കുന്ന അമിതമായ ബെഡ് റെസ്റ്റ് നിങ്ങളുടെ വിജയ സാധ്യത കുറയ്ക്കുമെന്നാണ്. ഇത്രയും കാലം നിങ്ങൾ വിശ്വസിച്ചിരുന്ന പല കാര്യങ്ങളും ഇന്ന് ഈ വീഡിയോയിലൂടെ തിരുത്താൻ പോവുകയാണ്, മാറ്റി കുറിക്കാൻ പോവുകയാണ്. ഗൂഗിളിൽ നോക്കി ഭയപ്പെടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ സ്കിപ്പ് ചെയ്യാതെ ഇത് മുഴുവനായിട്ട് കാണുക. അവസാനത്തെ മിനിറ്റുകൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആശ്വാസമായിരിക്കും. ഉടനെ പോയി സ്കിപ്പ് ചെയ്ത് അവസാനത്തെ സെഗ്മെന്റ് കാണണ്ട, കാരണം നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. ട്രാൻസ്ഫർ കഴിഞ്ഞ ആദ്യ നിമിഷങ്ങളിൽ നിങ്ങളുടെ മനസ്സിൽ വന്ന ആ ഒരു വലിയ പേടി എന്തായിരുന്നു? അത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് പരസ്പരം ധൈര്യം പങ്കുവയ്ക്കാം. IVF എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞാൽ പിന്നെ 15 ദിവസം കട്ടിലിൽ കിടക്കണം എന്ന് കരുതുന്നവരോട് ഒരു കാര്യം: ഗർഭപാത്രം എന്നത് ഒരു ഒഴിഞ്ഞ പാത്രമല്ല, അത് മാഗ്നറ്റും ഇരുമ്പും പോലെയാണ്. കുഞ്ഞും ഗർഭപാത്രവും തമ്മിൽ അത്ര വലിയൊരു ആകർഷണമുണ്ട്. കുഞ്ഞ് ഗർഭപാത്രത്തിനുള്ളിൽ എയർ ബബിൾ പോലെയാണ്. നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ കുഞ്ഞ് താഴേക്ക് വീഴില്ല, പകരം ആ കുമിള മുകളിലേക്ക് നീങ്ങുകയാണ് ചെയ്യുന്നത്. സ്കൂൾ, കോളേജ് അധ്യാപകരോ സാധാരണ വീട്ടുജോലികൾ ചെയ്യുന്നവരോ ആയ സ്ത്രീകൾ IVF കഴിഞ്ഞ് ജോലിക്ക് പോയിട്ടും അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ ചെറിയ ചെറിയ ജോലികൾ ചെയ്തിട്ടും വിജയകരമായി ഗർഭം ധരിച്ച ചരിത്രമുണ്ട്. IVF എന്നത് ബെഡ് റെസ്റ്റ് എടുക്കാനുള്ള ഒരു അസുഖമല്ല. നിങ്ങൾ സാവധാനം നടക്കുമ്പോൾ ഗർഭപാത്രത്തിലേക്കുള്ള രക്തയോട്ടം വർദ്ധിക്കുന്നു. ഇത് കുഞ്ഞിന്റെ വളർച്ചയെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളെ തളർത്താൻ പോകുന്ന ഒരു നിമിഷത്തെക്കുറിച്ച് ഇനിയും പറയാം. ട്രാൻസ്ഫർ കഴിഞ്ഞ് 5-9 ദിവസങ്ങൾക്കുള്ളിൽ അല്പം ബ്ലീഡിങ്ങോ സ്പോട്ടിങ്ങോ ഒക്കെ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും? എല്ലാം പരാജയപ്പെട്ടു എന്ന് കരുതി ആ മരുന്നുകളെല്ലാം വലിച്ചെറിയാൻ തോന്നുന്നുണ്ടോ? എങ്കിൽ നിൽക്കൂ, ഇതൊരു വലിയ ട്വിസ്റ്റ് ആണ്. പലപ്പോഴും ഈ സ്പോട്ടിംഗ് നിങ്ങളുടെ ഗർഭധാരണം വിജയകരമായി എന്നതിൻ്റെ ലക്ഷണമാണ്. കുഞ്ഞ് ഗർഭപാത്രത്തിന്റെ ഭിത്തിയിൽ ആഴത്തിൽ വേരൂന്നി ഉറപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് ആവാം ഇത്. ഇത് കേട്ട് ഇനിയും ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് വരാത്തവരോടാണ് പറയുന്നത്. ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് പ്രഗ്നൻസിയിൽ വരണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് വരുന്നതും വരാത്തതും രണ്ടും നോർമൽ ആണ്. നിങ്ങളിൽ ആർക്കെങ്കിലും ഇതുപോലെ സ്പോട്ടിംഗ് ഉണ്ടായിട്ടും പ്രഗ്നൻസി പോസിറ്റീവ് ആയിട്ടുണ്ടോ? നിങ്ങളുടെ ആ ഒരു അനുഭവം താഴെ പറയൂ. അതൊരു വലിയ വിഭാഗം സ്ത്രീകൾക്ക് നൽകുന്ന ധൈര്യം ചെറുതായിരിക്കില്ല. എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞതിന് ശേഷവും പ്രഗ്നൻസി ആയതിനു ശേഷവും അമിതമായ വ്യായാമങ്ങളും കഠിനമായ ജോലികളും ഒഴിവാക്കുക. പ്രഗ്നൻസിയുടെ ആദ്യ 3 മാസങ്ങൾ കുഞ്ഞിന്റെ വളർച്ചയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ സമയത്താണ് കുഞ്ഞിന്റെ പ്രധാന അവയവങ്ങൾ എല്ലാം തന്നെ രൂപപ്പെടുന്നത്. IVF പ്രഗ്നൻസിയിൽ പ്രൊജസ്ട്രോൺ, ഈസ്ട്രോജൻ മരുന്നുകൾ വളരെ നിർണായകമാണ്. പ്ലാസന്റ് പൂർണ്ണമായി രൂപപ്പെടുന്നതുവരെ കുഞ്ഞിന് ആവശ്യമായ ഹോർമോണുകൾ ഈ മരുന്നുകളിലൂടെയാണ് ലഭിക്കുന്നത്. ഇത് കൃത്യസമയത്ത് കഴിക്കാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രഗ്നൻസി പോസിറ്റീവായി ഏകദേശം 2 ആഴ്ചയ്ക്ക് ശേഷം ആദ്യ സ്കാനിംഗ് നടത്താം. ഇതിലൂടെ കുഞ്ഞിൻ്റെ ഹൃദയമെടുപ്പ് അറിയാൻ സാധിക്കും. ഈ സമയത്ത് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ അപ്പോഴും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും സ്കാനിംഗ് ചെയ്ത് നോക്കുക. അന്നേരത്തേക്ക് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് കിട്ടിയിട്ടുണ്ടാകും. പ്രഗ്നൻസിയുടെ പ്രോഗ്രസ് അറിയാനായിട്ട് ഡോക്ടേഴ്സ് ബ്ലഡിൽ β-HCG ടെസ്റ്റ് ചെയ്ത് നോക്കും. അപ്പോൾ ആദ്യ ബ്ലഡ് ടെസ്റ്റ് β-HCG വാല്യൂവിനെക്കാട്ടിലും രണ്ടാമത് 48 മണിക്കൂറിന് ശേഷം വീണ്ടും ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ആ വാല്യൂ ഡബിൾ ആകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രഗ്നൻസി ഹെൽത്തി ആണെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്നതാണ്. IVF വിജയത്തിന് ശേഷം നിങ്ങൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് എന്തിനെക്കുറിച്ചാണ്? നിങ്ങളുടെ സംശയങ്ങൾ താഴെ ചോദിക്കുക, നമുക്കത് ഒരുമിച്ച് ചർച്ച ചെയ്യാം. ട്രാൻസ്ഫർ കഴിഞ്ഞ് 5-ാം ദിവസവും 9-ാം ദിവസത്തിൻ്റെ ഒക്കെ ഇടയിൽ അല്പം സ്പോട്ടിങ്ങോ ബ്ലീഡിങ്ങോ ഒക്കെ കണ്ടാൽ മിക്കവരും ഭയപ്പെടാറുണ്ട്. എന്നാൽ പലപ്പോഴും ഇത് ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് ആകാനാണ് സാധ്യത. അതായത് കുഞ്ഞ് ഗർഭപാത്രത്തിൽ ഉറച്ചു നിൽക്കുന്നതിൻ്റെ നല്ലൊരു ലക്ഷണമാണിത്. പക്ഷേ ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് ഇല്ലാതെയും ഒരുപാട് പേർക്ക് പ്രഗ്നൻസി പോസിറ്റീവ് ആയിട്ടുണ്ട്. നിങ്ങളുടെ അനുഭവങ്ങൾ എന്താണെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എങ്കിലും ഇനിയും ഞാൻ പറയാൻ പോകുന്ന വാർണിംഗ് സിഗ്നൽസിൽ ഏതെങ്കിലും ഒന്നെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങളുടെ ഡോക്ടറെ ഇൻഫോം ചെയ്യേണ്ടതാണ്. അമിതമായ ബ്ലീഡിങ്ങോ, താങ്ങാനാവാത്ത വയറുവേദനയോ, ദുർഗന്ധത്തോടു കൂടിയുള്ള വൈറ്റ് ഡിസ്ചാർജോ, അമിതമായിട്ടുള്ള വോമിറ്റിങ്ങോ ഒക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ ഇൻഫോം ചെയ്യുക. നിങ്ങളുടെ ഭക്ഷണ രീതിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് വളരെ പ്രധാനമാണ്. പ്രൊജസ്ട്രോൺ മരുന്നുകൾ കാരണം കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ധാരാളം ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങളും വെള്ളവും ഡയറ്റിൽ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തുക.
ഒരേ സമയം കൂടുതൽ ഭക്ഷണം കഴിക്കുന്നതിന് പകരം ഇടവേളകളിൽ കുറഞ്ഞ അളവിൽ ഭക്ഷണം കഴിക്കുന്നത് വോമിറ്റിങ്ങും അസ്വസ്ഥതകളും കുറയ്ക്കാൻ സഹായിക്കും. പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. പച്ച പപ്പായ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. IVF എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം പോസിറ്റീവ് ആയി കഴിഞ്ഞിട്ടും മീനും ഇറച്ചിയും കഴിക്കാമോ? ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ തിരയപ്പെടുന്ന ചോദ്യങ്ങളിൽ ഒന്നാണിത്. പലരും പറയും ഇതൊന്നും പാടില്ലെന്ന്, ചിലർ പറയും ധാരാളം കഴിക്കണമെന്ന്. ശരിക്കും ഇതിൽ ഏതാണ് സത്യം? നിങ്ങളുടെ ഗർഭപാത്രത്തിൽ വളരുന്ന ആ ജീവന്റെ ഓരോ കോശവും നിർമ്മിക്കപ്പെടുന്നത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ്. പ്രത്യേകിച്ച് ആദ്യത്തെ 90 ദിവസങ്ങൾ. ഒരു ചെറിയ അബദ്ധം പോലും വലിയ ആകുലതകളിലേക്ക് നയിക്കാം. IVF എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷവും പോസിറ്റീവ് ആയതിനു ശേഷമുള്ള ഭക്ഷണത്തിലെ ബിഗ് 3യെ കുറിച്ചാണ് ഇനി നമ്മൾ സംസാരിക്കുന്നത്. മുട്ട, മീൻ, ചിക്കൻ. നിങ്ങൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ ഒഴിവാക്കാൻ ഏറ്റവും പ്രയാസം തോന്നിയ ഭക്ഷണം ഏതായിരുന്നു? ചിക്കൻ ബിരിയാണിയാണോ അതോ വറുത്ത മീനോ? താഴെ ഒന്ന് കമൻറ്റ് ചെയ്യൂ. നമുക്ക് മുട്ടയിൽ നിന്ന് തുടങ്ങാം. ഗർഭകാലത്ത് ഏറ്റവും മികച്ച ഭക്ഷണമാണിത്. കാരണം ഇതിൽ കൊളിൻ എന്നൊരു ഘടകമുണ്ട്. കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് ഇതിലും നല്ലൊരു മരുന്നില്ല. ദിവസവും 1-2 മുട്ട കഴിക്കുന്നത് പ്രോട്ടീൻ ലഭിക്കാൻ സഹായിക്കും. പക്ഷേ ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒരിക്കലും ഹാഫ് ബോയിൽഡ് മുട്ടയോ പച്ചമുട്ട ചേർത്ത മയോണൈസോ കഴിക്കരുത്. അതിലുള്ള സാൽമോണല്ല എന്ന ബാക്ടീരിയ നിങ്ങളുടെ ദഹന വ്യവസ്ഥയെ തകരാറിലാക്കാം. മുട്ട നന്നായി പുഴുങ്ങിയോ അല്ലെങ്കിൽ ഓംലേറ്റ് ആക്കിയോ മാത്രം കഴിക്കുക. മീൻ കഴിക്കുന്നത് കുഞ്ഞിന് നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ എല്ലാ മീനുകളും IVF കഴിഞ്ഞവർക്ക് നല്ലതാണോ? ഒരിക്കലുമല്ല. ചെറിയ മീനുകൾ, അതായത് മത്തി, അയല, നത്തോലി എന്നിവ അമൃതമാണ്. ഇതിലെ omega-3 ഫാറ്റി ആസിഡുകൾ കുഞ്ഞിൻ്റെ കാഴ്ചശക്തിക്കും ഹൃദയാരോഗ്യത്തിനും ഒരുപാട് നല്ലതാണ്. വലിയ മീനുകൾ, അതായത് സ്രാവ്, കൊമ്പൻ സ്രാവ് തുടങ്ങിയ വലിയ മീനുകളിൽ മെർക്കുറിയുടെ അളവ് കൂടുതലായിരിക്കും. ഇത് കുഞ്ഞിൻ്റെ നാഡീവ്യവസ്ഥയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. മീൻ കറി വെച്ച് കഴിക്കുന്നതാണ് ഏറ്റവും ഉചിതം. എണ്ണയിൽ പൊരിച്ച മീൻ അമിതമായാൽ നെഞ്ചരിച്ചിലിന് കാരണമാകും. എന്നാലും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ചൊക്കെ കഴിക്കാവുന്നതാണ്. നിങ്ങൾക്ക് മീൻ കറിയാണോ അതോ വറുത്ത മീനാണോ കൂടുതൽ ഇഷ്ടം? പ്രഗ്നൻസിയിൽ ഈ ശീലം മാറ്റാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. ചിക്കൻ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം അത് ലീൻ പ്രോട്ടീൻ ആയിരിക്കണം എന്നതാണ്. അതായത് കൊഴുപ്പ് കുറഞ്ഞ ഭാഗങ്ങൾ തിരഞ്ഞെടുക്കുക. കടകളിൽ നിന്ന് വാങ്ങുന്ന ചിക്കനിൽ ഹോർമോൺ ഉണ്ടാവില്ലേ എന്ന സംശയം എല്ലാവർക്കും കാണും. അതുകൊണ്ട് വിശ്വസിക്കാൻ കൊള്ളാവുന്ന സ്ഥലങ്ങളിൽ നിന്ന് മാത്രം വാങ്ങുക. സാധിക്കുമെങ്കിൽ നാടൻ കോഴി തിരഞ്ഞെടുക്കാം. മസാലകൾ അമിതമായി ചേർക്കരുത്. ഗർഭകാലത്തെ ആദ്യത്തെ മാസങ്ങളിൽ അമിതമായ സ്പൈസി ഫുഡ് വയറ്റിൽ അസ്വസ്ഥത ഉണ്ടാക്കാം. ചിക്കൻ സ്റ്റൂ അല്ലെങ്കിൽ ഗ്രിൽ ചെയ്ത ചിക്കൻ എന്നിവ പരീക്ഷിക്കാവുന്നതാണ്. ചിക്കൻ കഴുകുമ്പോഴും കൈകാര്യം ചെയ്യുമ്പോഴും വൃത്തിക്ക് വലിയ പ്രാധാന്യം നൽകുക. ഭക്ഷണം എന്ത് കഴിക്കുന്നു എന്നതിനേക്കാൾ പ്രധാനമാണ് അത് എങ്ങനെ കഴിക്കുന്നു എന്നത്. മീനായാലും ചിക്കൻ ആയാലും മുട്ടയായാലും വെൽ കുക്ക്ഡ് ആയിരിക്കണം. പകുതി വേവിച്ച മാംസം ഒരു കാരണവശാലും കഴിക്കരുത്. തലേ ദിവസത്തെ മീൻ കറിയും ചിക്കനും വീണ്ടും ചൂടാക്കി കഴിക്കുന്നത് ആദ്യ 3 മാസങ്ങളിൽ ഒഴിവാക്കുന്നതാണ് നല്ലത്. എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. എന്നാലും ചെറിയ തോതിലൊക്കെ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അത് അമിതമാകാനായിട്ട് പാടില്ല. മാംസം മുറിക്കാൻ ഉപയോഗിച്ച പാത്രങ്ങളും കത്തിയും മറ്റും സോപ്പിട്ട് നന്നായി കഴുകി വൃത്തിയാക്കുക. ഹൈജീനും മെയിൻറ്റെയിൻ ചെയ്ത് ഈ ഒരു സമയത്ത് നിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിങ്ങളുടെ പ്ലേറ്റിലുള്ള ഓരോ ഭക്ഷണവും നിങ്ങളുടെ കുഞ്ഞിലേക്കുള്ള ഒരു പ്രണയലേഖനമാണ്. അത് ആരോഗ്യകരമായിരിക്കട്ടെ. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എന്ത് സംശയം തോന്നിയാലും അത് ഡോക്ടറോട് ചോദിക്കാൻ നിങ്ങൾ മടിക്കരുത്. ഗർഭകാലത്തെ ഭക്ഷണത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഉദാഹരണത്തിന് ചെമ്മീൻ കഴിക്കാമോ? ആടിൻ്റെ ഇറച്ചി നല്ലതാണോ? നിങ്ങളുടെ എന്ത് ചോദ്യവും താഴെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. വരാനിരിക്കുന്ന വീഡിയോകളിൽ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കും. പ്രിയപ്പെട്ട സഹോദരി, ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ അത്രമേൽ ആഗ്രഹിക്കുന്ന ആ വലിയൊരു സ്വപ്നം നിങ്ങളുടെ തൊട്ടടുത്ത് ഉണ്ടെന്നാണ്. IVF എന്നത് വെറും ഒരു ചികിത്സയല്ല, അത് നിങ്ങളുടെ പരീക്ഷണമാണ്. ലോകം മുഴുവൻ നിങ്ങളെ ഉപദേശിക്കുമ്പോൾ, ഗൂഗിൾ നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ, നിങ്ങളുടെ മനസ്സിനോട് മാത്രം നിങ്ങൾ ഒരു കാര്യം പറയുക: എൻ്റെ കുഞ്ഞ് ഒരു പോരാളിയാണ്. വിദഗ്ധർ പറയുന്നത് 90% വിജയവും നിങ്ങളുടെ മരുന്നുകളിലാണെങ്കിൽ ബാക്കി 10% നിങ്ങളുടെ സന്തോഷത്തിലാണെന്നാണ്. നിങ്ങൾ എത്രത്തോളം സമാധാനമായിരിക്കുന്നുവോ അത്രത്തോളം ആ കുഞ്ഞ് സുരക്ഷിതമായിരിക്കും. അതുകൊണ്ട് പേടിച്ച് വിറച്ചിരിക്കാതെ വരാനിരിക്കുന്ന ആ മനോഹരമായ ദിനങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക.
ഇനി എനിക്ക് നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഈ യാത്രയിൽ ഡോക്ടറോട് പോലും ചോദിക്കാൻ മടിക്കുന്ന എന്തെങ്കിലും ഒരു സംശയം നിങ്ങളുടെ ഉള്ളിലുണ്ടോ? കുളി കഴിഞ്ഞാൽ അമർത്തി തല തുടയ്ക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഉറക്കത്തിൽ അറിയാതൊന്ന് ചെരിഞ്ഞു കിടന്നാൽ എന്തെങ്കിലും സംഭവിക്കുമോ? മരുന്നുകൾക്ക് വല്ല സൈഡ് എഫക്റ്റ് ഉണ്ടോ? ഇങ്ങനെയുള്ള ഏത് ചെറിയ സംശയവും താഴെ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ ഒരു കമൻറ്റ് ഒരുപക്ഷെ നിങ്ങളെപ്പോലെ ഭയന്നിരിക്കുന്ന മറ്റൊരു അമ്മയ്ക്ക് വലിയൊരു ധൈര്യമായേക്കാം. ഓരോ ചോദ്യത്തിനും മറുപടി നൽകാൻ ഞാൻ നേരിട്ട് ശ്രമിക്കുന്നതാണ്. നമുക്ക് ഈ കമൻറ്റ് ബോക്സിനെ ഒരു ചെറിയ കമ്മ്യൂണിറ്റി ആയിട്ട് മാറ്റാം. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ചെറിയൊരു ആശ്വാസമെങ്കിലും ലഭിച്ചെങ്കിൽ അത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക. IVF കഴിഞ്ഞ് വീട്ടിൽ ഭയന്നിരിക്കുന്ന നിങ്ങളുടെ ഒരു കൂട്ടുകാരിക്കോ അല്ലെങ്കിൽ ബന്ധുവിനോ ഈ ലിങ്ക് ഷെയർ ചെയ്ത് നൽകൂ. ഈ വീഡിയോയുടെ അവസാന നിമിഷത്തിൽ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. IVF എന്ന യാത്രയിൽ നിങ്ങൾ കടന്നുപോയ കുത്തിവെപ്പുകളെക്കാളും ഹോർമോൺ മാറ്റങ്ങളെക്കാളും വലിയ ഒന്നാണ് നിങ്ങളുടെ മനക്കരുത്ത്. ലോകം നിങ്ങളെ ഒരു രോഗിയെപ്പോലെ കണ്ടേക്കാം, പക്ഷേ ഓർക്കുക, നിങ്ങൾ ഒരു യോദ്ധാവാണ്. നിങ്ങളുടെ ഗർഭപാത്രത്തിൽ ഇപ്പോൾ നടക്കുന്നത് ഒരു അത്ഭുതമാണ്. ആ കൊച്ചു ജീവൻ നിങ്ങളെ വിശ്വസിച്ചാണ് അവിടെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ളവരുടെ പേടിപ്പെടുത്തുന്ന വാക്കുകൾക്ക് നിങ്ങളുടെ കാതുകൾ കൊടുക്കരുത്. നിങ്ങളുടെ ശരീരം ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദൗത്യത്തിലാണ്. അതിനെ സ്നേഹിക്കുക, വിശ്വസിക്കുക. നമുക്കിടയിൽ മാത്രം നിൽക്കുന്ന ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. IVF പോസിറ്റീവ് ആയ ശേഷം മറ്റാരും അറിയാതെ നിങ്ങൾ ചെയ്ത എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? ഒരുപക്ഷെ ഒരു പ്രത്യേക മന്ത്രം ചൊല്ലുന്നതോ അല്ലെങ്കിൽ ആരും കാണാതെ ഒരു കൊച്ചു കുഞ്ഞുടുപ്പ് വാങ്ങി വെച്ചതോ, അതുമല്ലെങ്കിൽ ഈ ചികിത്സയ്ക്കിടയിൽ നിങ്ങൾ കേട്ട ഏറ്റവും വിചിത്രമായ ഉപദേശം എന്തായിരുന്നു? ഇടത്തോട്ട് നോക്കിയാൽ കുഞ്ഞു മാറും എന്നൊക്കെ പറയുന്ന തരം കോമഡി ഉപദേശങ്ങൾ നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ടോ? അത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യൂ. നമ്മുടെ ഈ കൊച്ചു ഗ്രൂപ്പിൽ അതൊരു ചിരിക്കും ഒപ്പം വലിയൊരു ആശ്വാസത്തിനും കാരണമാകും. നിങ്ങളുടെ ആ സംശയങ്ങൾക്കും അനുഭവങ്ങൾക്കും മറുപടി നൽകാൻ ഞാൻ കൂടെയുണ്ട്. ഈ യാത്രയിൽ നിങ്ങൾക്ക് വേണ്ടത് അനാവശ്യ ഉപദേശങ്ങളല്ല, മറിച്ച് ശരിയായ അറിവുകളാണ്. ആ അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ എന്നും തന്നെ കൂടെയുണ്ടാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് എനർജി നൽകിയെങ്കിൽ സമാനമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരാൾക്കെങ്കിലും ഇത് അയച്ചു കൊടുക്കുക. അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിനേക്കാൾ വലിയൊരു കാര്യം ചർച്ച ചെയ്യുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ആ വീഡിയോ കാണാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങളുടെ ഉള്ളിലെ ആ അത്ഭുതം സുരക്ഷിതമായിരിക്കട്ടെ. എല്ലാ പ്രാർത്ഥനകളും. അതുപോലെ നമ്മുടെ ഈ കൊച്ചു കുടുംബത്തിൽ ചേർന്ന് തങ്ങളുടെ പോസിറ്റീവ് റിസൾട്ട് പങ്കുവെച്ച ഒരു കുടുംബത്തെ നമുക്കൊന്ന് അഭിനന്ദിക്കാം. അവരുടെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ തന്നെ കൊടുത്തേക്കാം. ഇൻഫെർട്ടിലിറ്റി ചികിത്സയുടെ ഈ യാത്രയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങളുടെ ഓരോ സംശയവും താഴെ ചോദിക്കാവുന്നതാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് അതേപ്പറ്റി കൂടുതലായിട്ട് ചർച്ച ചെയ്യാം. ഈ അറിവ് മറ്റൊരാൾക്ക് കൂടി ഉപകാരപ്പെടാൻ ഇപ്പോൾ തന്നെ ഇതൊന്ന് ഷെയർ ചെയ്യുമല്ലോ. നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ മാത്രം പോരാ. ഈ വീഡിയോ നിങ്ങൾക്ക് 1% യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുന്നത് യൂട്യൂബ് അൽഗോരിതത്തിന് ഒരു സിഗ്നലാണ്. സമാനമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ഈ പ്രത്യാശയുടെ വീഡിയോ എത്തിക്കാൻ അത് സഹായിക്കും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ അമർത്തൂ. നിങ്ങളുടെ ഈ മനോഹരമായ യാത്രയിൽ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ സപ്പോർട്ടോ എന്തെങ്കിലും ഡൗട്ട്സോ ഒക്കെ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റ് ആയിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിലൂടെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് സ്ക്രീനിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് വാട്സപ്പ് നമ്പർ എടുത്ത് നിങ്ങൾക്ക് എന്നോട് ഡയറക്റ്റ് തന്നെ വാട്സപ്പിലൂടെ കണക്റ്റ് ആകാവുന്നതാണ്. നമുക്ക് മറ്റൊരു മനോഹരമായ വീഡിയോയിലൂടെ വീണ്ടും വേഗം തന്നെ കാണാം. അതുവരേക്കും നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ഹാപ്പി ആയിട്ട് വെക്കുക. ഗോഡ് ബ്ലെസ് യു ഓൾ ഡിയേഴ്സ്. ബൈ.